കാര്യങ്ങളൊക്കെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ രണ്ട് വാദങ്ങൾ ഇതിനകം കേട്ട് കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയും NDAയുടെ സ്ഥാനാർത്ഥിയും പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു. രാഹുൽ, ഈ നിമിഷം പറയേണ്ടത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും? സരിനൊക്കെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് തുടക്കം തൊട്ടൊരു കണക്കും പറഞ്ഞിട്ടില്ല. കാരണം കണക്ക് പറയാതിരുന്നത് മെനങ്ങാന്ന് വരെ സ്ഥാനാർത്ഥിയുടെ ഓട്ടമായിരുന്നു. അപ്പം സ്ഥാനാർത്ഥിയുടെ ഓട്ടം നടക്കുമ്പം ഞാൻ വടകരയിൽ കണക്ക് പറഞ്ഞ ഒരാളാണ്. വടകരയിൽ ഒരു 5-6 ദിവസമായപ്പോൾ എന്നോട് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ജയിക്കുമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചുമതലക്കാരനാണ്. പക്ഷേ സ്ഥാനാർത്ഥിയാകുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒന്ന് സ്ഥാനാർത്ഥിയുടെ അടുത്ത് ഇത്തരം നമ്മൾ ഇതിൻ്റെ ടാലിയും കാര്യങ്ങളും ഒന്നും എത്തുന്നില്ല. സ്ഥാനാർത്ഥിയുടെ ആകെയുള്ള ചുമതല എന്ന് പറയുന്നത് പരമാവധി വോട്ടർമാരെ കാണുക, അവരോട് വർത്തമാനം പറയുക, അവരോട് നമ്മൾ സംസാരിച്ച് കണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇന്നലേക്ക് ശേഷമാണ് നമുക്ക് കണക്കുകൾ കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കണക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വരെ പറയാത്തതുകൊണ്ട് ഞാൻ ആ കണക്കൊന്നും പറയുന്നില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ചുമതല വഹിച്ച 2 MP-മാർ, ശ്രീ ഷാഫി പറമ്പിലും ശ്രീ VK ശ്രീകണ്ഠനും ഇന്നലെ വളരെ കൃത്യമായിട്ട് കണക്കുകൾ സഹിതം ഭൂരിപക്ഷം പറഞ്ഞിരുന്നു. അപ്പോൾ കൺവിൻസിംഗ് ആയിട്ടുള്ള വിജയം ഉണ്ടാകും. ഒരു മിനിറ്റ് രാഹുൽ, പക്ഷേ സരിൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് രാഹുലിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. നഗരസഭയിൽ വോട്ടെണ്ണുമ്പോൾ 3000 വോട്ടിന്റെ ലീഡ് BJPക്ക് കിട്ടും. നഗരസഭ ഇതിനകം തന്നെ BJPക്ക് സ്വാധീനമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ 3000 വോട്ടിന്റെ ലീഡ് 3000 തൊട്ട് 4000 വരെ 3000 തൊട്ട് 4000 വരെ ലീഡ് BJPക്ക് കിട്ടുമെന്നാണ് സരിൻ പറയുന്നത്. പക്ഷേ PIയിലേക്ക് എത്തുമ്പോൾ 10250-ലധികം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കാണ് അവിടെ നഷ്ടം വരിക എന്ന കണക്കാണ് ഇപ്പോൾ സരിൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനോട് എന്താണ് മറുപടി? പോള് ചെയ്യാത്ത വോട്ട് മുഴുവൻ UDFന്റെയും പോള് ചെയ്തത് മുഴുവൻ LDFന്റെയും. നിങ്ങളുടെ സ്ഥലമാണല്ലോ പിരായിരി, അതുകൊണ്ടാണ് നിങ്ങളുടെ മേഖലയായത്. നിങ്ങൾ 5 പേരും കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾ 5 എല്ലാവരും ഉണ്ടെന്നാ വിചാരിക്കുന്നത് അല്ലേ? നിങ്ങൾ 4 പേര് ഉണ്ടോ? അതോ ആരൊക്കെ ഇരിക്കുന്നത് ഞാൻ സ്ക്രീൻ കണ്ടില്ല. ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, നിങ്ങൾ 4 പേരും സുജയ പാർവതി. നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ 4 പേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. അപ്പം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പോള് ചെയ്യപ്പെടാതെ പോകുന്ന വോട്ടുകൾ മുഴുവൻ ഒരു പാർട്ടിയുടേതും പോള് ചെയ്ത് മുഴുവൻ മറ്റ് 2 പാർട്ടിയുടേതാണെന്ന് പറയുന്നത് യുക്തി എനിക്ക് മനസ്സിലായില്ല. അവരാ പ്രതീക്ഷ വെച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാനൊരു കണക്ക് പറയും. ഇപ്പോൾ അവിടെ പാലക്കാട് പ്രധാനമായും മത്സരം നടക്കുന്നത് UDFും BJPയും തമ്മിലാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരം നടന്നത്. അപ്പോൾ അങ്ങനെ പ്രായിരിയിൽ 10798 വോട്ട് കുറഞ്ഞു എന്ന്, ആകെ പോൾ ചെയ്ത വോട്ടിൽ കുറവ് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു കണക്ക് പറയാം. BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ 36,975 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? ആ 36,975 വോട്ടും BJPയുടേതാണെന്നാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അത്തരം വിലയിരുത്തലുകൾക്കൊന്നും കാര്യമില്ല. ഇതിനകത്തൊരു ബേസിക് ഫണ്ടമെന്റൽ ഞാൻ പറയാം. അതായത് ഈ 2 പ്രദേശത്തും 3 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൂടെയുള്ള ഏക രാഷ്ട്രീയ രൂപമെന്ന് പറയുന്നത് UDF മാത്രമാണ്. മുനിസിപ്പാലിറ്റിയിൽ UDFും BJPയും തമ്മിൽ ഫൈറ്റ്, പഞ്ചായത്തുകളിൽ UDFും LDFും തമ്മിലുള്ള ഫൈറ്റ്. അത് നടക്കുമ്പോൾ ഇപ്പോൾ ഈ കോമൺ പൂളിൽ എല്ലായിടത്തുമുള്ള ആളുകളെന്ന നിലയിൽ സ്വാഭാവികമായ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. ഒന്ന്, ഇനി അവരുടെ 2 കണക്കിനകത്തും അവരിങ്ങനെ ഒരുപാട് കണക്ക് പറയുന്നു കേട്ടോ. അപ്പോൾ ആ 2 കണക്കിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ UDFിൻ്റെ കാൻഡിഡേറ്റും വെറുതെ നിൽക്കണം, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ രണ്ടും ഇങ്ങനെ വോട്ട് പിടിക്കുന്ന കണ്ടിട്ട് നമ്മളിങ്ങനെ കൈയും കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആയിക്കോട്ടെ, ഇനി എങ്ങനെ ആയിക്കോട്ടെ. അവർ പറഞ്ഞ കണക്കിനകത്ത് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സ് എന്താ കൗണ്ട് ചെയ്യപ്പെടാത്തത്? കേരളത്തിനകത്ത് ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 4-5 മാസമല്ലേ ഉള്ളൂ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിനോടുള്ള ആൻറ്റി ഇൻകംബൻസി ഇല്ല. ആ ആൻറ്റി ഇൻകംബൻസി മാറേണ്ടുന്ന ഒരു സാഹചര്യം അങ്ങേക്ക് പറയാമോ? ഇപ്പോൾ പാലക്കാട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നെൽകർഷകൻ. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം മാധ്യമങ്ങൾ ചർച്ചയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറത്തെ വിഷയം. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം റിപ്പോർട്ടർ ചാനൽ, ഇപ്പം റിപ്പോർട്ടറിൽ ഇരിക്കുന്നുണ്ടോ പറഞ്ഞത്, റിപ്പോർട്ടർ നെൽകർഷകന്റെ താങ്ങുവിലയെ പറ്റി ചർച്ച ചെയ്തില്ല എന്ന് കരുതി നെൽകർഷകന് താങ്ങുവില കിട്ടിയിട്ടില്ലല്ലോ. അത് അവനെ ബാധിക്കുന്ന പേഴ്സണൽ ഇഷ്യൂ അല്ലേ? ഇപ്പം നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പം നമ്മളാരും പെൻഷൻ ബെനിഫിഷ്യറീസിന് 4 മാസമായി പെൻഷൻ കിട്ടാത്തതിനെ പറ്റി ചർച്ച ചെയ്തില്ല എന്ന് കരുതിയിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ ആൻറ്റി ഇൻകംബൻസി ഇല്ലേ? അപ്പോൾ ഈ 2 പേരും സംസാരിച്ചപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിനെ പറ്റി സംസാരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പുകളിൽ വലിയ നമ്പർ ചേഞ്ച് ഉണ്ടാക്കുന്ന ഫാക്ടർ ആൻറ്റി ഇൻകംബൻസിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ UDFിന് ആൻറ്റി ഇൻകംബൻസി ഉണ്ടോ പാലക്കാട്? ഇല്ല. കേന്ദ്ര സർക്കാർ അതെങ്ങനെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആന്റി MLA ഇൻകംബൻസി എന്ന് താങ്കൾ കേട്ടിട്ടില്ലേ? MLA ആയി കഴിഞ്ഞ 3 തവണയായി അവിടെ നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ്. വികസന പദ്ധതികൾ പൂർത്തിയാക്കിയ MLAക്ക് അല്ലെങ്കിൽ വികസന പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന MLAക്കും ജനം വോട്ടിടില്ലേ? സർക്കാരിന് എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിൽ MLA എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഉണ്ടല്ലോ. അപ്പോൾ ആ MLA
ആ എം എൽ എയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ശ്രീ വി കെ ശ്രീകണ്ഠൻ ആ എം എൽ എയേക്കാൾ 3 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ കിട്ടിയത്. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതൊരു ഇപ്പം നാളെ രാവിലെ 8 മണി വരെ നെയിൽ ബൈറ്റിംഗ് എൻഡിന്റെ ഡിസ്കഷൻ ആണെങ്കിൽ ആയിക്കോ, എനിക്ക് അതിനകത്ത് പരിഭവമൊന്നുമില്ല. ഇല്ല രാഹുൽ, ഞാൻ പറഞ്ഞത് സർക്കാർ വിരുദ്ധ വികാരം ജനം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതെ തീർച്ചയായും അത് വോട്ട് വിധി എഴുതി കഴിഞ്ഞു. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെ എം എൽ എയുടെ വിലയിരുത്തൽ, ആ മണ്ഡലത്തിലെ ജനവിധി, ഇതുകൂടി ചേർത്ത് പറഞ്ഞോളൂ. എം എൽ എയുടെ ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കില്ലേ നാളെ ഉണ്ടാവുക? എനിക്ക് സമയം കുറവാണ്, എനിക്കൊരു പരിപാടിയിലേക്ക് കയറണം. ഞാനതാ പറഞ്ഞത്, അതായത് ഇതേ എം എൽ എ ഇരിക്കെ തന്നെ നടന്ന പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടാണ് ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷം. ഇനി നിങ്ങളൊരു കാര്യം, ഈ 2021 ഒരു തെരഞ്ഞെടുപ്പിലെ 3,800 വോട്ട് മാറ്റി നിർത്തിയാൽ 2011 തൊട്ട് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആധികാരികമായ വിജയമാണ് UDFന്റേത്. അതുമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പിലും ആധികാരികമായിട്ടുള്ള. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ ഭൂരിപക്ഷം കുറവാണെന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത്? UDFന് ഒട്ടും അനുകൂലമായിരുന്നില്ല പൊളിറ്റിക്കൽ വിൻഡ്. ഈ ശ്രീധരൻ സാറിനെ പോലൊരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നു. ആ സാഹചര്യത്തിൽ പോലും 3,800 വോട്ടിനൊപ്പം പല പ്രധാനപ്പെട്ട UDF സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്ന് ആലോചിക്കണം. ആ തെരഞ്ഞെടുപ്പിൽ പോലും 3,800 വോട്ടാണ് ഉള്ളത്. ഈ MLA ക്ക് ആന്റി ഇൻകംബൻസി ഇല്ല എന്ന് ഇപ്പം എല്ലാ മാധ്യമങ്ങളും കൂടെ നിരന്തരമായി ചർച്ച നടത്തി. MLA യുടെ നോമിനി എന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. ആ അവതരിപ്പിക്കപ്പെട്ടിട്ട് ഗ്രൗണ്ടിൽ പോയ ഒരാളല്ല ഞാൻ. ഇപ്പം ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഒരു പൾസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആളുകളെ കാണുമ്പോൾ അവർക്ക് പരാതി പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കൽ പോലും MLA പറ്റി എന്നോട് മോശമായി പറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് പറയാതിരിക്കേണ്ട കാര്യം അവർക്കില്ലല്ലോ. സ്വാഭാവികമായിട്ട് പറയാമല്ലോ. ഇപ്പം അത് MLA ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയാമല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ഷാഫി പറമ്പിൽ ഫാക്ടറും നാളെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഫാക്ടറും തെരഞ്ഞെടുപ്പിൽ UDF